കരുവാറ്റയിലെ 13 വയസ്സുകാരിയുടെ കൊട്ടേഷൻ അനുസരിച്ച് ആ കുട്ടിയുടെ വല്യപ്പനെ കൊന്ന സംഭവം കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ അത് വാച്ച് ചെയ്യുകയും അതേപ്പറ്റി പഠിക്കുകയും ചെയ്തു തുടങ്ങിയിരിക്കുന്നു. കാരണം നമ്മുടെ വീട്ടിലെ 13 വയസ്സുള്ള ഒരു കുട്ടി ആണ് ഇത്രയും വലിയൊരു ക്രൈം പ്ലാൻ ചെയ്തത്. ആ മൈനറായ 3 സുഹൃത്തുക്കൾ വന്ന് സിനിമയിലും വലിയ കൊലപാതകമൊക്കെ കണ്ടു പഠിച്ച ആ കുട്ടികളുടെ മനസ്സിൽ കണ്ട പോലെ അവർ പ്രവർത്തിച്ചു. എന്താണ് നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങനെ ക്രൈം ചെയ്യാനുള്ള ആ പ്രവണത കൂടിക്കൂടി വരുന്നത്? സോഷ്യൽ മീഡിയയുടെ ആധിക്യം തന്നെ യാതൊരു സംശയമില്ല. സോഷ്യൽ മീഡിയയിലെ എല്ലാ വിവരങ്ങളും വലിയ മുതിർന്ന ആൾക്കാർക്കാണ് കൂടുതൽ ഇപ്പോഴത്തെ കുട്ടികൾക്കറിയാം. കാരണം നമുക്കറിയാം, ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഇല്ലാതെ സ്കൂളുകളിലെ പഠനം നടക്കുന്നില്ല. അവർ ഹോംവർക്ക് ഇടുന്നതെല്ലാം മൊബൈലിൽ കൂടെയാണ്. അത് തന്നെയല്ല, 1-ാം ക്ലാസ് മുതലുള്ള കുട്ടികൾ ഇപ്പോൾ വിവരങ്ങൾ അറിയുന്നതും എല്ലാം മൊബൈൽ കൂടെയാണ്. 2-2.5 വയസ്സുള്ള ഒരു കുട്ടി വീട്ടിൽ കിടന്ന് കരഞ്ഞാൽ അമ്മ ജോലി തിരക്ക്, അല്ലെ ജോലിക്ക് പോകണം, വീട്ടിൽ വല്യമ്മ മാത്രമേ കാണുകയുള്ളൂ. കുട്ടിക്ക് ആ പായി കിടന്ന് കാലും കൈയിട്ടടിച്ച് മലന്ന് കിടന്ന് കുട്ടി കരയുമ്പോൾ ഈ മൊബൈൽ ഒരു ഫോണിനകത്ത് ഒരു നൃത്തം, ഒരു പാട്ട് വെച്ച് ഓണാക്കിയ കുട്ടിയുടെ കയ്യിലോട്ട് കൊടുത്താൽ എത്ര നേരം വേണമെങ്കിലും അത് കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ ചെറുപ്പം മുതൽ തന്നെ കുട്ടികൾ അഡിക്റ്റഡ് ആണ് ഫോണിന്. അങ്ങനെയാണ് കേരളത്തിലുള്ള അധികം കെയർ കിട്ടാത്ത കുട്ടികളുടെ അവസ്ഥ അതാണ്. ഇപ്പം ഈ കുട്ടി 13 വയസ്സുകാരി ഇപ്പം പോലീസിൻ്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞു. ആദ്യമായിട്ട് 2-3 ദിവസം അവൾ പിടിച്ചു നിന്നു. അവൾ ചെയ്ത ക്രൈമിൻ്റെ എന്താണ് ആ ഗ്രാവിറ്റി എന്ന് ആ കുട്ടിക്ക് അറിയില്ല. പക്ഷെ ക്രൈം നന്നായിട്ട് ചെയ്യാൻ അറിയാം. അത് സോഷ്യൽ മീഡിയയിലും ടി വിയിലും സിനിമയിലൊക്കെ കണ്ട് ധാരാളം പഠിച്ചിട്ടുണ്ട്. അത് ചെയ്താലുള്ള ഗുണം എന്താണ്? സാമ്പത്തിക ലാഭം മാത്രമാണ് ആ കുട്ടി നോക്കിയത്, പഠിച്ചത്. പക്ഷേ അതിന് ജയിൽ ശിക്ഷ കൊണ്ട് തൻ്റെ ജീവിതം മുന്നോട്ടുള്ള ജീവിതം അപകടത്തിലാവും എന്ന കുട്ടിക്ക് അറിയില്ല. കുട്ടികൾ പറയുന്നതൊന്നും നമ്മൾ വിശ്വസിക്കരുത് എന്ന് തന്നെയാണ് എൻ്റെ അനുഭവം പഠിപ്പിക്കുന്നത്. കാരണം ധാരാളം സംഭവങ്ങൾ കുട്ടികൾക്ക് ഇമാജിനേഷൻ, ഭാവന കൂടുതലാണ്. അതനുസരിച്ച് ഒരു ചക്ക ഒരു മാവിൽ കിടക്കുന്നുണ്ടെങ്കിൽ 10 ചക്ക കണ്ടെന്ന് പറയും. അത് മനുഷ്യ സഹജമാണ്. പക്ഷെ അത് മനസ്സിലാക്കാനുള്ള കഴിവ്, ബുദ്ധി മാതാപിതാക്കൾക്കും പോലീസിനും അതുപോലെ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഉണ്ടാകണം. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് ഉപ്പുതറയിലെ ഒരു പിതാവ് 18 മാസം ജയിലിൽ കിടന്നു. മകൾക്ക് മൈനറായിപ്പം മുതലൊരു പയ്യനുമായിട്ട് അടുപ്പമുണ്ടായിരുന്നു. അതിൽ പിതാവ് തടസ്സം നിന്നു. ആ മേജറായ പയ്യൻ്റെ അഡ്വൈസ് ആ പെൺകുട്ടി കേട്ടു. പിതാവ് ആ കൊച്ചിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊരു വ്യാജ പരാതി പോലീസിന് കൊടുത്തു. ആ കുട്ടിയെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം അവരെ വേറെ വസതിയിലേക്ക് മാറ്റി. അതിനുശേഷം ആ കുട്ടി പ്രായപൂർത്തിയായപ്പം ആ പയ്യൻ്റെ കൂടെ ഇറങ്ങി സ്ഥലം വിട്ടു. പിതാവിനെ ഈ പയ്യനുമായിട്ട് ബന്ധപ്പെടുന്നത്, സംസാരിക്കുന്നത്, വരുന്നത് എതിർപ്പായതുകൊണ്ട് അത് എതിർത്ത് സംസാരിച്ച് പിതാവിനെ ഒതുക്കാൻ ആ പയ്യനൊരു ബുദ്ധി പറഞ്ഞു കൊടുത്തത്. അവന് മെച്യൂരിറ്റി ഇല്ലാത്ത പയ്യനാണ്. പിതാവ് മോശമായി കുട്ടിയുടെ അടുത്ത് പെരുമാറി. ആ കുട്ടിയുടെ ദേഹത്ത് സ്പർശിച്ചു മോശമായ രീതിയിൽ. അത് ഉപ്പുതറ പോലീസ് സ്റ്റേഷനിൽ ആ പരാതി ചെല്ലുകയും അധികമൊന്നും ആലോചിക്കാതെ പിതാവിനെ അകത്താക്കി 18 മാസം റിമാൻഡിൽ കിടന്നു. കോടതിയിൽ ട്രയൽ നടത്തിയപ്പോഴാണ് അതിൻ്റെ സത്യാവസ്ഥ കോടതിക്ക് മനസ്സിലായ അയാളെ വെറുതെ വിട്ടു. പിതാവ് കരഞ്ഞുകൊണ്ട് സബ് ജയിലിൽ കിടന്നു. തണുപ്പത്ത് പീരുമേട് സബ് ജയിലിൽ ഏകദേശം 1.5 വർഷം കിടന്നു റിമാൻഡിൽ. ആ വീട്ടിലും ഇപ്പോഴും കരഞ്ഞ് കണ്ണീർ വാർത്തുന്ന പിതാവും ഇളയൊരു സഹോദരനും അമ്മയും. അതാണ് അവസ്ഥ.
നമ്മൾ കായംകുളത്ത് കണ്ടു, അവിടെ ഒരു കുട്ടി ഒരു പയ്യനുമായിട്ട് അടുപ്പം സ്കൂളിൽ അത് പിടിക്കപ്പെട്ടു. അന്നേരം പറഞ്ഞു കൊടുത്തു ആ പയ്യൻ, അത് ഞാനല്ല നിന്നെ പിടിപ്പിച്ചത്, ഞാനല്ല നിന്നെ കൈകാര്യം ചെയ്തത്, നിന്നെ പിടിപ്പിച്ചത് ആ സ്കൂളിലെ 70 വയസ്സുള്ള ഒരു റിട്ടയർ ചെയ്ത വാച്ച്മാൻ്റെ പേര് പറഞ്ഞു കൊടുത്തു. അദ്ദേഹം കടന്നു ഏകദേശം 10-18 മാസം. ആ കോടതിയിലെ വിസ്താര സമയത്താണ് കൊച്ച് സത്യം തുറന്ന് പറയുന്നത്. അപ്പം കുട്ടികൾ, ഇത് ഞാൻ 2 കേസുകൾ എടുത്ത് പറയാൻ കാരണം, കുട്ടികൾ ഭാവനയിൽ സഞ്ചരിക്കുന്നവരാണ്. അവർ പറയുന്നതൊക്കെ നമുക്ക് വിശ്വസിക്കുന്നു എന്നുള്ള രീതിയിൽ അവരോട് നമുക്ക് ഒരഭിപ്രായം പറയാം, പക്ഷേ അത് വിശ്വസിക്കരുത്. പല സംഭവങ്ങളും അവർ കൂട്ടി പറയും, എക്സാജറേഷൻ അല്പം ചേർക്കും, പൊടിപ്പും തൊങ്ങലും വെച്ച് പറയും. അയൽവക്കംകാർ അവിടെ ഒന്നൊന്ന് നോക്കിയെന്ന് കഴിഞ്ഞാൽ നോക്കി കുറച്ച് ചീത്തയും കൂടെ പറഞ്ഞെന്ന് പറയും. ഇതൊക്കെ നമ്മൾ മുതിർന്നവർ മനസ്സിലാക്കണം. ധാരാളം സംഭവങ്ങൾ ഞാൻ ഈ രീതിയിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പക്വതയില്ലാത്ത കുട്ടികൾ, പ്രത്യേകിച്ച് 18 വയസ്സുള്ള കുട്ടികൾ പറയുന്നത് അത് അതേ രീതിയിൽ നാം മുഖവിലേക്ക് എടുക്കണ്ട. ശരി, അത് കുട്ടികളെടുത്ത് അവർക്ക് ഡിസ്പ്രഷർ ഉണ്ടാകേണ്ട, അവരെ പിന്തിരിപ്പിക്കേണ്ട പറയട്ടെ. പക്ഷെ അതനുസരിച്ച് ചാടിക്കേറി നമ്മൾ പ്രവർത്തിക്കരുത്. എല്ലാം ആലോചിച്ച് തീരുമാനിച്ചിട്ട് വേണം. ഇവിടെ തന്നെ സംഭവിച്ചത്, ഇതൊരു നെഗ്ലക്റ്റഡ് കുട്ടിയാണ്, 13 വയസ്സുകാരി. കുട്ടിയുടെ അമ്മ ഒരു ഡൈവേഴ്സിയാണ്, ഭർത്താവുമായിട്ട് തന്നെ ഡൈവേഴ്സിന് പോയി. അതിലുണ്ടായ കുട്ടിയാണ്. അമ്മ പിന്നീട് വിദേശത്ത് പോയി, അതിനുശേഷം വേറൊരു കല്യാണം കഴിച്ചു. ഈ കുട്ടിയെ നോക്കാൻ ആളില്ല. 2ാമത്തെ കല്യാണത്തിലും അത് പ്രഗ്നൻ്റായി, അവരുടെ ഭർത്താവുണ്ട്. ആ ഭർത്താവിനോ അവർക്കോ ഈ കുട്ടിയെ അന്വേഷിക്കാൻ വലിയ ബാധ്യതയൊന്നും തോന്നിയില്ല. ആ കുട്ടി കൊല്ലത്തെ വല്യപ്പൻ്റെ വീട്ടിൽ, ഇപ്പം കൊല ചെയ്യപ്പെട്ട വല്യപ്പൻ്റെ വീട്ടിലാണ് വളർന്നത്. അതിനെ നോക്കാൻ, അതിനെ സംരക്ഷിക്കാൻ, ഒരമ്മയുടെ സ്നേഹം കൊടുക്കാനോ പിതാവിൻ്റെ സ്നേഹം കൊടുക്കാനോ അതിനൊന്നും അവിടെ സൗകര്യമില്ല. ആ കുട്ടിയെ പല ബന്ധുക്കളിൽ നിന്ന് വീട്ടിൽ നിന്ന് ആഹാരമൊക്കെ കഴിച്ച് അതങ്ങ് വളർന്നു. അതുകൊണ്ടാണ് അതൊരു നെഗ്ലക്റ്റഡ് കുട്ടിയാണെന്ന് ഞാൻ പറയുന്നത്. അവഗണിക്കപ്പെട്ട കുട്ടി. അതിന് പേരൻറ്റേജ് എന്താണെന്ന് അറിയില്ല, അപ്പനമ്മ എന്താണെന്ന് അറിയില്ല. അത് ഇങ്ങനെ കറങ്ങി നടന്നു. അങ്ങനെ വളർന്നൊരു കുട്ടിയാണ് ഈ 13കാരി. ആ കുട്ടിയുടെ അടുപ്പക്കാർ, അവിടെയുള്ള ചെറുപ്പക്കാർ പയ്യന്മാരും അവർ കുട്ടിയെ മിസ്യൂസ് ചെയ്തിട്ടുണ്ടാവാം. അത് ഈ വല്യപ്പൻ മിസ്യൂസ് ചെയ്തെന്ന് പോലീസ് തെറ്റിദ്ധരിക്കരുത്. കാരണം യവന്മാരും നമ്മൾ പറയുന്ന രീതി സഞ്ചരിക്കുന്നവരല്ല, പക്ക ക്രിമിനൽ കുറ്റവാളികളുമാണ്. ഇന്ത്യയിലെ 18 വയസ്സ് അകം ഉള്ള കുറ്റവാളികൾക്ക് ജുവനൈൽ ജസ്റ്റിസ് കോടതിയിൽ അവരെ വിസ്തരിക്കാൻ കഴിയുള്ളൂ. അവർക്ക് അങ്ങനെയുള്ള ഒരു ശിക്ഷയെ കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അത് ഈ 16 വയസ്സ് കഴിഞ്ഞാൽ, ഇപ്പം ഈ 13 വയസ്സുകാരി, അവൾക്ക് അവളുടെ പ്രവൃത്തിയും അവളുടെ ബുദ്ധിയും അവളുടെ ഓർമ്മബുദ്ധിയും എല്ലാം വെച്ച് നോക്കിക്കഴിയുമ്പം ആ പെൺകുട്ടി ഏകദേശം വലിയ മെച്യൂറായ ഒരാൾ, ക്രിമിനലായ ഒരാളിൻ്റെ അത്രയും അറിവും ഈ കാര്യത്തിലുണ്ട്. അപ്പോൾ അത് ആ കാര്യത്തിൽ ഒരു മെച്യൂരിറ്റി വന്ന കുട്ടി തന്നെയാണ്. കഴിവെന്താണെന്ന് കൃത്യമായിട്ട് അറിയാം, അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നറിയാം, അതിൽ നിന്ന് എടുക്കേണ്ട പണം എങ്ങനെയാണെന്നറിയാം. അങ്ങനത്തെ ഒരു കൂട്ടുകെട്ടിലോട്ട് പോയി. പക്ഷേ മനുഷ്യ മൂല്യങ്ങളും മനുഷ്യത്വം എന്താണെന്നും എന്താണ് കുടുംബഭദ്രതയെന്നും അപ്പനും അമ്മയുടെ സാമീപ്യം കിട്ടാത്ത ആ കുട്ടി പല രീതി ക്രിമിനലായി മാറി. അത് കൊണ്ട് ഇത്ര വലിയൊരു ക്രൈം ചെയ്തു. ഇപ്പോൾ ആ കുട്ടി പൊട്ടിക്കരയാൻ തുടങ്ങി. അല്പം ആയിട്ട് അതിന് ബോധോദയം വെച്ചു വരുന്നു. ഇതൊന്നും അല്ല സമൂഹത്തിലെ ആവശ്യം, ഇങ്ങനെയൊന്നും അല്ല ജീവിക്കേണ്ടത് എന്ന് ഈ ഒരു നിമിഷത്തിലാണ് തോന്നിത്തുടങ്ങുന്നത്. ഇന്ത്യയിലെ 18 വയസ്സ് ചെല്ലുമ്പോഴാണ് മെച്യൂരിറ്റി പറയുന്നത്. പക്ഷേ 16 വയസ്സ് മുതൽ വലിയ ആൾക്കാർ ചിന്തിക്കുന്നവരും പ്രവർത്തിക്കുന്നവരും അങ്ങനെ സമൂഹത്തിൽ ജീവിക്കുന്ന പൗരന്മാരായി മാറിക്കഴിഞ്ഞു. 16 വയസ്സ് ജെൻസിയിൽ നമ്മൾ കണ്ടു. 16 വയസ്സിന് ശേഷമുള്ള കുട്ടികൾ ധാരാളം ജെൻസിയിൽ ഉപയോഗിക്കുന്നത്. അതൊരു മെച്യൂരിറ്റിയുള്ള ഒരു കമ്മ്യൂണിറ്റിയിലെ അംഗം പ്രവർത്തിക്കുന്ന പോലെ പ്രവർത്തിച്ചു വരുന്നത് ജെൻസിയിൽ നമ്മൾ കണ്ടു. അതുകൊണ്ട് പ്രായപരിധി ആൺകുട്ടികൾക്ക് 21 വയസ്സും പെൺകുട്ടികൾക്ക് 18 വയസ്സുമാണ് പ്രായപൂർത്തിയായെന്ന് കരുതുന്നത്. വിവാഹം കഴിക്കാനുള്ള പ്രായവും അത് തന്നെ. എന്നാൽ 16 വയസ്സിനും 18 വയസ്സിനും ഇടയിലുള്ളവരും
വലിയ ആൾക്കാരുടെ മെച്യൂരിറ്റി ഇപ്പം കാണിക്കുന്നുണ്ട് സമൂഹത്തിൽ. അതേ സമയത്ത് നമ്മൾ ആലോചിച്ചോണം, ഇവരുടെ സെക്ഷൽ ലൈഫുകൾ 11 വയസ്സിനും അവർക്ക് 18 വയസ്സിനിടയ്ക്ക് അവർ പലരുമായിട്ട് ബന്ധപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഒരു മോറലായിട്ടുള്ള ക്ലാസ്സുകൾ വളരെ അടിയന്തരമാണ്. അത് തന്നെയല്ല, ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് അവിടെ എത്തിയ പഞ്ചായത്ത് മെമ്പർ, അദ്ദേഹത്തിൻ്റെ ഭാര്യയും കരുവാറ്റയിലെ മെമ്പറാണെന്ന് തോന്നുന്നു, അവർ ഈ കാര്യത്തിൽ ഇടപെട്ട് പറഞ്ഞ ചില വാക്കുകളുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും നല്ലൊരു ശതമാനം പഞ്ചായത്ത് മെമ്പർമാർ സ്ത്രീകളാണ്. ഇതുപോലെയുള്ള കുടുംബങ്ങളിലെ വിശേഷങ്ങൾ അറിയാൻ അവർക്ക് സാധിക്കും. നമുക്ക് നമ്മുടെ സമൂഹം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ പഞ്ചായത്തിലെ നിസ്വാർത്ഥ സേവനം അനുഷ്ഠിക്കുന്ന ധാരാളം സ്ത്രീകളും പുരുഷന്മാരും നമുക്കുണ്ട്. വളരെയൊക്കെ ചില രാഷ്ട്രീയമായിട്ട് വെട്ടിപ്പോ തട്ടിപ്പോ നടത്തുന്ന ചില പഞ്ചായത്ത് പ്രസിഡന്റുമാരും മെമ്പർമാരും കേരളത്തിലുണ്ട്, അത് നമുക്കറിയാം. അതേസമയത്ത് ഭൂരിപക്ഷവും നിസ്വാർത്ഥ സേവനം നടത്തുന്ന പഞ്ചായത്ത് അംഗങ്ങളാണ്. അവർക്ക് തീർച്ചയായിട്ടും അവരവരുടെ പഞ്ചായത്തിലുള്ള കുടുംബങ്ങളെപ്പറ്റി പേഴ്സണലായിട്ട് വ്യക്തിപരമായിട്ടും അറിയാം. അതിൽ 5 or 6 കുടുംബത്തിലെ കുട്ടികൾ ചിലപ്പം ഇതുപോലെ നെഗ്ലക്റ്റഡ് ആയിട്ട് നടക്കുന്നുണ്ടാവും. അതുമൊക്കെ കൃത്യമായിട്ട് അറിയാം. അങ്ങനെയുള്ള കുട്ടികളെ തീർച്ചയായിട്ടും അവരുടെ പേരൻറ്റുമായിട്ട് ബന്ധപ്പെടുകയും അവിടുത്തെ സാമൂഹ്യ പ്രവർത്തകരുമായിട്ട് ബന്ധപ്പെടുകയും അവരെ പഞ്ചായത്ത് അവരെ ഏത് സമയം അവരെ വാച്ച് ചെയ്യുകയും അവരുടെ പ്രവർത്തനങ്ങൾ നമ്മൾ ഭാവിയിലെ നല്ല പൗരന്മാരാക്കി കൊണ്ടുവരത്തക്ക രീതിയിൽ ആക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമുക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതുപോലെയുള്ള കുട്ടികൾ ക്രൈമിലോട്ട് പോകാതെ ഇതുപോലെ സഞ്ചരിക്കുന്ന കുട്ടികളെ നമുക്ക് റിഫോം ചെയ്തെടുക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതിന് പഞ്ചായത്ത് മെമ്പർമാരും അത് രാഷ്ട്രീയം നോക്കാതെ പ്രവർത്തിക്കുന്ന ധാരാളം സ്ത്രീകൾ പഞ്ചായത്ത് മെമ്പർമാരായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ സംഭവം നടന്ന സ്ഥലത്തെ പഞ്ചായത്ത് മെമ്പറും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മെമ്പറാണ്. അവരുടെ വാക്കുകൾ, അവർ 3-4 പ്രാവശ്യം ആ വീട്ടിൽ വന്ന് ഇവരുടെ അടുത്ത് എവിടെ നിന്ന് വന്നവരാണ്, ഇവർ 2 വർഷമായിട്ട് അവിടെ വാടകയ്ക്ക് താമസിക്കുകയാണ്, ചുറ്റുമുള്ളവരുമായിട്ട് വലിയ ബന്ധങ്ങളില്ല, പഞ്ചായത്തുകാരുമായിട്ട് വലിയ ബന്ധങ്ങളില്ല. അതുകൊണ്ട് അവിടുത്തെ പഞ്ചായത്ത് മെമ്പറും അദ്ദേഹത്തിൻ്റെ ഭാര്യയും പല പ്രാവശ്യം ഇവരോട് വന്ന് ഇവരുടെ ആധാർ കാർഡിൻ്റെ കാര്യങ്ങൾ ചോദിച്ചു, എവിടെ നിന്ന് വീട്ടുകാര്യങ്ങൾ ചോദിച്ചു. പക്ഷേ നിസ്സഹരിക്കുകയായിരുന്നു അവിടെ. കാരണം അവരിവിടെ വീട് വാടകയ്ക്ക് എടുത്ത് 2 വർഷമായിട്ട് താമസിക്കുകയും അതിനടുത്ത് സ്ഥലം വാങ്ങിച്ച് കെട്ടിടം വെക്കുകയും വേണം. അതാണ് അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. ഈ കുട്ടി ഇടയ്ക്ക് അവിടെ വന്നു പോകും. അത് കൊല്ലത്ത് ആണ്, അത് പരവൂരാണ്, അതിൻ്റെ കുടുംബ വീടും വല്യപ്പൻ്റെ വീടും ഒക്കെ അവിടെയാണ്. ഇവിടെ വാടകയ്ക്ക് വന്ന സ്ഥലമാണ്. അവിടെ പബ്ലിക്കുമായിട്ട് വലിയ കോണ്ടാക്റ്റ് ഇല്ല. എങ്കിലും അതിനകത്ത് കുട്ടികൾ കൂട്ടുകൂടുന്ന കാര്യങ്ങൾ നമ്മൾ പേരൻസ് എല്ലാവരും ശ്രദ്ധിക്കണം. ആരുമായിട്ടാണ് അവരുടെ കൂട്ട്, അവരറിയാതെ അവരെ വാച്ച് ചെയ്യണം. പേരൻസ് എല്ലാവരും അവരോടത് കൺഫ്രണ്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അവരുടെ നീക്കം എങ്ങനെയാണ്, നടപ്പെന്താണ്, കൂട്ടു ആരോടെയാണ്, അവർ പണം അധികം ചിലവാക്കുന്നുണ്ടോ, അവരുടെ പെരുമാറ്റത്തിൽ വ്യത്യാസമുണ്ടോ, ഡ്രഗ്സ് അടിക്കുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടിയന്തരമായിട്ട് വാച്ച് ചെയ്യും. സ്കൂളിൽ വിട്ടാൽ ഉത്തരവാദിത്തത്തിൽ നിന്ന് ധരിക്കരുത്. സ്കൂളിനകത്ത് ചിലപ്പോൾ സുരക്ഷിതമായിരിക്കാം, പക്ഷേ സ്കൂളിന് ചുറ്റും ഇതുപോലെയുള്ള ധാരാളം ആൾക്കാരുണ്ട്. നമുക്കറിയാം, സ്കൂളിനകത്ത് 3 ടീച്ചർമാർ ഡ്രഗ്സ് വിറ്റ് 10-35 വയസ്സുള്ള ഹൈലി ക്വാളിഫൈഡ് ആയിട്ട് ടീച്ചർമാർ ഡ്രഗ്സ് വിട്ട് അവരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തൊക്കെ നമ്മൾ കണ്ടു. അതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും മാതാപിതാക്കൾ, കുട്ടികളുള്ള മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. കാരണം അവർ പോകുന്ന സ്ഥലങ്ങൾ, ബന്ധപ്പെടുന്ന ആൾക്കാർ അവരെവിടൊക്കെ സഞ്ചരിക്കുന്നു, അവർ ആരുടെയൊക്കെ മൊബൈൽ ഉപയോഗിക്കുന്നു, അവർ വീട്ടിൽ വന്ന മൊബൈൽ ഉപയോഗിക്കുന്നെങ്കിൽ അത് റെസ്ട്രിക്റ്റ് ചെയ്ത് കൊണ്ടുവരണം. കാരണം സ്കൂളിൽ മിക്കവാറും ടീച്ചേഴ്സ് എല്ലാവരും വീടുകളിൽ ബന്ധപ്പെടുന്നത് മൊബൈലിൽ കൂടിയാണ്. അവരുടെ പല ക്ലാസ്സുകളും ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കുന്നത് മൊബൈലിൽ കൂടിയാണ്. അപ്പോൾ മൊബൈലില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ലോകം മുഴുവൻ അത് തന്നെ. അതിൻ്റേതായ ദൂഷ്യങ്ങൾ ധാരാളം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുപോലെയുള്ള സംഭവങ്ങൾ ഇത് വളരെ റയറായിട്ടുണ്ടായ സംഭവമാണെന്ന് കൂട്ടിച്ചാൽ മതി. ഇതൊരു പക്ക നെഗ്ലക്റ്റഡ് ആയിട്ടൊരു കുട്ടിയാണ്. ആ കുട്ടി പറയുന്നത് പല വല്യപ്പൻ മോശമായി പെരുമാറി എന്നൊക്കെ അതൊക്കെ വെറുതെ പറയുന്നതായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം ക്രൈം ചെയ്തത് എന്തിനാണ്? അതിൻ്റെ മോട്ടീവ് പണം ഉണ്ടാക്കാൻ വേണ്ടി തന്നെ. ആ പെണ്ണിൻ്റെ കൂട്ടുകാരായ അവർ ഈ പെൺകുട്ടിയെ യൂസ് ചെയ്തിരിക്കാനുള്ള സാധ്യതയും പോലീസുണ്ട് അപ്പുറം. കാരണം അവന്മാർക്ക് പണം ഉണ്ടാക്കി കൊടുക്കാൻ ഈ കുട്ടി ഒരു ഐഫോൺ വാങ്ങിക്കാനും ഒരു 2 വീലർ വാങ്ങിച്ചു കൊടുക്കാനുള്ള പണമാണ് ഇവിടുന്ന് സംഘടിപ്പിക്കുന്നത്. അതായിരുന്നു മോട്ടീവ്. അത് ഡൈവേർട്ട് ചെയ്ത് കള്ളന്മാർ കയറി മോട്ടിച്ച് ഇയാളെ കൊന്നിട്ട് മോട്ടിച്ച് പോയതാണെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമായിരുന്നു. ഈ 4 കുട്ടികളും തുടക്കം മുതലേ അതിൻ്റെ പ്ലാനിങ്ങിൽ നമുക്കത് മനസ്സിലാവും. അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്തോട്ട് ക്രിമിനോളജിയെപ്പറ്റി അവർ പഠിച്ചിരിക്കുന്നു. അതുതന്നെയല്ല, അവർ പല
സംഭവങ്ങളും വാച്ച് ചെയ്ത് അതിൽ നിന്നൊക്കെ ആ ആ കേസിൻ്റെ മോഡസ് ഓപ്പറാണ്ടിയിലോട്ട് പോയി കഴിഞ്ഞാൽ അവരുടെ എൻട്രി നോക്കണം. അത് ബാത്റൂമിൻ്റെ മുകളിൽ കൂടെ അതിൻ്റെ മുകളിലുള്ള ആ വെന്റിലേഷനിൽ കൂടെ അവർ ഇറങ്ങി. അതിനുശേഷം പ്ലാനിങ് അങ്ങനെയാണ്. വീടിനകത്ത് അവർ അത് മുളക് പൊടി വിതറി എല്ലാ സ്ഥലങ്ങളിലും. കാരണം മുളക് പൊടി വീടിൻ്റെ വാതിലിൻ്റെ പടിയിലും അലമാരയിലും ആ തറയിലെല്ലാം വിതറിയിട്ടുണ്ട്. കാരണം പോലീസുമായി വന്നു കഴിഞ്ഞാൽ അത് സ്നിഫ് ചെയ്യുമ്പോൾ അതിൻ്റെ മൂക്കിനുള്ളിലേക്ക് ഈ പൊടി കയറും, ഡൈവേർഷൻ ഉണ്ടാവും. അത് കുട്ടികൾ എങ്ങനെ മനസ്സിലാക്കിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. രണ്ടാമത് അദ്ദേഹത്തിനെ കൊന്ന രീതി നേക്കടാക്കിയത് എന്തിനെന്ന് മനസ്സിലാവുന്നില്ല. മറ്റൊന്ന്, അദ്ദേഹത്തിൻ്റെ കാല് ഒരു 19 പ്രാവശ്യം ഇങ്ങനെ ചുറ്റി കടും കുടുക്കില ആണ് ആ കാലൊക്കെ ഉണ്ടായിരുന്നത്. പോലീസ് അത് അഴിക്കാൻ തന്നെ വലിയതായിട്ട് പാടുപെട്ടു. അതോടൊപ്പം തന്നെ കഴുത്തിലെ ചുറ്റും വ്യത്യസ്തമായ രീതിയിൽ ചുറ്റിയിരിക്കുകയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ പോകാൻ നേരത്തെ എന്ത് ക്ലവറായിട്ടാണ് ആ വീടിൻ്റെ പുറത്ത് 2 പേരെ ഇറക്കിയിട്ട് വീടിൻ്റെ മുൻവശം വാതിലടച്ചു പൂട്ടിയിട്ട് ആ വന്ന വഴിയെ കൂടെ തന്നെ ആ ബാത്റൂമിൻ്റെ ആ വെന്റിലേഷനിൽ കൂടെ തന്നെ അയാൾ പോയി. ഇതൊക്കെ നല്ലൊരു പ്ലാനിങ് ആണ്. നല്ല ക്രിമിനൽ ആൾക്കാർ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഇവർ ചെയ്തിരിക്കുന്നത്, മിസ്ലീഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. പക്ഷേ പോലീസിൻ്റെ ക്വസ്റ്റ്യനിങ്ങിൽ ഇവർക്കാർക്കും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് ആ പെൺകുട്ടി അതിനകത്ത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം പറയുന്നുണ്ട്. പോലീസ് ചോദ്യം അല്ലെങ്കിൽ നാട്ടുകാർ വല്യപ്പം മരിച്ചു കിടക്കുന്ന സന്ദർഭത്തിൽ ഈ കുട്ടി സ്കൂളിലെ യൂണിഫോം ധരിച്ചിട്ട് സ്കൂളിൽ പോകാൻ ധൃതി കാട്ടി പോകാൻ നേരത്ത് പോലീസ് നാട്ടുകാർ തടഞ്ഞു. വല്യപ്പം മരിച്ചു കിടക്കുകയാണ്, ഈ കുട്ടി സ്കൂളിൽ പോവുകയാണ്. അപ്പോൾ പോലീസിൻ്റെ നാട്ടുകാരുടെ ചോദ്യത്തിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി മനഃപൂർവ്വം ഇട്ടത് ഒരു ചൈൽഡിഷാണ് ആ പ്രവൃത്തി. അത് തന്നെയില്ല, ആ പെൺകുട്ടിയുടെ മുറിയിൽ ആരും, ഒരു കള്ളനും കൂട്ടുകാരന്മാരാരും കയറി പരിശോധിക്കേണ്ട ആവശ്യമില്ലെന്ന് അവർക്കറിയാം. ഈ സംഭവം യശുക്കുട്ടി ചെയ്തു എന്ന് പെൺകുട്ടിയെ ബോധ്യപ്പെടുത്താൻ അവർ മൊബൈലിൽ കൂടി പെൺകുട്ടിക്ക് അവരുടെ മൊബൈൽ ഇട്ട് കൊടുത്തു. അപ്പം 13 വയസ്സുള്ള പെൺകുട്ടിയുടെ കയ്യിൽ ഒരു മൊബൈലുണ്ട് എന്ന് ഉറപ്പായി. അത് വീട്ടുകാർക്ക് കൊടുക്കാൻ പാടില്ല. അങ്ങനെയുള്ള കുട്ടികൾ വീട്ടിലെ കുട്ടിയെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകരുത്, അത് അപകടകരമാണ്. രണ്ടാമത്, അങ്ങനെ പോകുന്നെങ്കിൽ തന്നെ അയൽവക്കത്തുള്ളവരൊക്കെ അവരുമായിട്ട് രമ്യതയിൽ ആണെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. അവർക്കൊരു വാണിംഗ് കൊടുക്കും, കൊച്ച് തന്നെ വീട്ടിലുള്ളൂ, അവർ നോക്കും. നമ്മുടെ സമൂഹത്തിലെല്ലാം അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. മലയാളികൾ ഇപ്പം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും അല്ലെ ബുദ്ധിപൂർവമായ കാര്യങ്ങൾ നീക്കാൻ അറിവുള്ളവർ തന്നെയാണ്. അതിനകത്ത് ജാതി മത ചിന്തകളൊന്നും അധികം ഞാൻ കാണുന്നില്ല. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ എല്ലാവരും ഒരുപോലെ നിൽക്കും, ഒരേ രീതിയിൽ പ്രവർത്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ഈ ഒരു കുട്ടിയുടെ പോലെ കേരളത്തിൽ പല ജില്ലകളിലും പഞ്ചായത്തുകളിലും വാർഡുകളിലും അവിടെ ഇവിടെ ഒറ്റപ്പെട്ട കുട്ടികൾ ഇതുപോലെ വളരുന്നുണ്ട്. അവർ സമൂഹത്തിലെ ക്രിമിനലായിട്ട് മാറാതിരിക്കാൻ ഒരു കടപ്പാട് എല്ലാ ജനങ്ങൾക്കും കേരളത്തിലുണ്ട്. 3,43,00,000 ജനങ്ങൾക്കും ആ ഉത്തരവാദിത്വമുണ്ട്. പലരും വിദേശത്തൊക്കെ പോയി അവിടെയും പോയി ചില ക്രിമിനൽ ആക്ടിവിറ്റിയൊക്കെ നടത്തി ചെയ്തവർ അവിടത്തെ ജയിലിലൊക്കെ കിടക്കുന്നവരും ഡ്രഗ്സ് അവിടെ പോയി കടത്തി തൂക്കിക്കൊന്ന മലയാളികൾ ഉണ്ട്. സിംഗപ്പൂരിലോ 1-2 പേരെ. അതുപോലെ ക്രിമിനാലിറ്റിക്ക് സഞ്ചരിക്കുന്ന ആരായാലും ശരി, ഏത് രാഷ്ട്രീയക്കാരനായ ഏത് മതക്കാരനായാലും ശരി, അവരെ അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് സമൂഹത്തിലെ ഉത്തമ പൗരന്മാരായിട്ട് കൊണ്ടുവരാനുള്ള ശ്രമം മലയാളിക്ക് തീർച്ചയായിട്ടും ഉണ്ട്. അത് ഇതര സംസ്ഥാനത്തേക്കാളും കൂടുതലൂടെ ഉണ്ട്. അങ്ങനെയുള്ള മലയാളികളുടെ അടുത്ത് ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അതിന് എല്ലാവരും ബദ്ധശ്രദ്ധാലുക്കളായിരിക്കണം എന്നാണ് എൻ്റെ പക്ഷം.